നമ്മൾ ചാമ്പയ്ക്ക ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഓൾറെഡി ഞാൻ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ശകലം ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യമേ ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 6 ചാമ്പയ്ക്ക കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളുടെ വീട്ടിലെ ഒന്നുമല്ല, ഇതൊരിടത്തു നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് അത് മിക്സഡ് ജാറിലേക്ക് ഇടുക. പിന്നെ പഞ്ചസാര ഓൾറെഡി ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യും. പിന്നെ അടുത്ത പാലാണ്. ഇതിപ്പോൾ പാല് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കട്ടി കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇത് ബർബണിൻ്റെ ബിസ്ക്കറ്റാണ്. കൊച്ചുങ്ങൾ കഴിക്കുന്ന ബർബണിൻ്റെ ബിസ്ക്കറ്റ്. അപ്പോൾ അതും കൂടി പകുതിയല്ല, ഒരു ബിസ്ക്കറ്റ് ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഷേക്കാക്കിയിട്ട് നോക്കാം. അപ്പോൾ ഷേക്കായിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് കേട്ടോ. കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ചോപ്പ് ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ കൈ വെച്ച് ചോപ്പ് ചെയ്തതാണ്. മിക്സിയിലിട്ട് അടിച്ചാൽ നല്ല ഫൈൻ പൊടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസൈൻ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് കമൻ്റായിട്ട് പറയുക. പിന്നെ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ പുതിയ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ശരി.